ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോ ഷനീഷ് കോംബോ ആയിരുന്നു കേട്ടോ. ഷാനവാസും അനീഷും കൂടി സംസാരിക്കുവാണ്. അനീഷിന് കിട്ടിയ ബാഡ്ജ് കാണാതായിപ്പോയി. ആ ബാഡ്ജിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആ ഒരു ബാഡ്ജ് കാണാതായിപ്പോയി. അപ്പൊ ഷാനവാസ് അനീഷിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് നിന്റെ കയ്യിലുണ്ട്, നമ്മൾ രണ്ടുപേരും നാളെ തെറ്റും, നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് അത് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ബോധം ഉണ്ടായിരുന്നപ്പോ എടുത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഇവര് കോമഡി അടിച്ച് നിൽക്കുവാണ്. ഹൗസിനകത്തേക്ക് ആ ഒരു മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഗസ്റ്റുകൾ വന്നപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരുന്നു, സിനിമാ കഥ ടാസ്ക് എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ. അത് ജയിച്ചതിന്റെ ഭാഗമായിട്ട് അനീഷിന്റെ ടീമിന് ബാഡ്ജുകൾ ലഭിച്ചിരുന്നു. ആ ബാഡ്ജ് എന്താണെന്ന് പറയാം. അനീഷ്, ജിഷിൻ, ആര്യൻ, ജിസയില് പിന്നെ ഒരാളും കൂടി ഉണ്ട്, ആരാണെന്ന് മറന്നുപോയി. മൊത്തം 5 പേർക്കാണ് ഈ ഒരു ബാഡ്ജ് ലഭിച്ചത്. ആ ബാഡ്ജിൽ എഴുതിയിരുന്നത് 3 ചോക്ലേറ്റ് ബാറുകൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലഭിക്കും എന്നായിരുന്നു. സ്റ്റോർ റൂം ക്യാമറയിൽ പോയി പറഞ്ഞാൽ മാത്രം മതി. 15 ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ മൊത്തം, 5 വെച്ചിട്ട് 3 എണ്ണം വെച്ചിട്ട് 5 പേർക്ക്. അപ്പോ എല്ലാവരും പ്രതീക്ഷിച്ചു ഇതിൽ നിന്ന് ഓരോന്ന് വീതം എല്ലാവർക്കും കൂടിയായിട്ട് കൊടുക്കുമെന്ന്. അനുമോളൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവരാരും തന്നെ ചോക്ലേറ്റ് ഷെയർ ചെയ്യുന്നില്ല, ഒരു പീസൊക്കെ വെച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ അനീഷിന്റെ ഈ ഒരു ബാഡ്ജ് ആദില കട്ടെടുക്കുന്നുണ്ട്. അനീഷ് ഒരു ചോക്ലേറ്റ് പോലും എടുത്തിരുന്നില്ല അവിടുന്ന്. എനിക്ക് തോന്നുന്നു ഒരു ചോക്ലേറ്റ് എടുത്തോന്നും അറിയത്തില്ല കേട്ടോ. ആദിലെയാണ് ഈ ഒരു ബാഡ്ജ് എടുത്തത് എന്നുള്ളത് അനുമോൾ ഏകദേശം ഉറപ്പിച്ചതിന് ശേഷം അനീഷുമായിട്ട് അനുമോൾ എന്നൊരു ഡീല് വെക്കുന്നുണ്ട്. പഴയ മറ്റേ CID പരിപാടിയാണ് കേട്ടോ. മേക്കപ്പും ബീട്രൂട്ടും ഒക്കെ പൊക്കിയ പോലെ നൈസായിട്ട് ഈ ചോക്ലേറ്റ് പൊക്കി അനീഷിന്റെ കയ്യിൽ നിന്ന് പാരിതോഷികമായിട്ട് 11 പീസുകൾ എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് അനുമോളുടേത്. ഇതിനിടയ്ക്ക് ഷാനവാസ് ഒരു കളി കളിക്കുന്നുണ്ട് കേട്ടോ. വലിയ ആത്മാർത്ഥമായ വലിയ സുഹൃത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അനീഷിനെ സഹായിക്കുവാണ് ഷാനവാസ് ചെയ്യേണ്ടത്, അല്ല ചുമ്മാ ബാഡ്ജ് കട്ടെടുത്ത് അതിലേക്ക് കൊട പിടിച്ചു കൊടുക്കുവല്ല. അവിടെ ഷാനവാസ് വലിയ പൊന്നിക്കയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് ഷാനവാസിന്റെ തീരുമാനം. എന്റെ അടുത്തേക്ക് ഇനി അധികം വൈകാതെ വരുമെന്നൊക്കെ ഇപ്പൊ ലൈവിനകത്ത് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ലൈവിനകത്ത് കുറെ നേരമായിട്ട് നടക്കുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാന ഭാഗത്തും ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലെ ഇപ്പൊ കുറെ ആയിട്ട് അനീഷിനെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്ന പരിപാടിയാണ്. വട്ടുകളിയും അതേപോലെ തന്നെ ഫൈറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇത് ആദിലെ ഇത്തിരി ഓവർ ആവുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ അനീഷ് ഇതിനെ ചിരിച്ചു തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ്. കാരണം ചോക്ലേറ്റ് അനുമോൾക്ക് വേണമെന്നാണ് പറയുന്നത്. അനുമോൾക്ക് ഒരു ചോക്ലേറ്റ് ബാർ ഫുൾ കിട്ടിയാലും സന്തോഷമാണ്. അനുമോൾക്ക് ചോക്ലേറ്റിന് വേണ്ടിയാണ് അനുമോൾ ഈ ഒരു CID പരിപാടി കാണിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇത് എന്താവുമെന്ന് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.